യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ല, ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോഴും പല ബിസിനസ്സുകാർക്കൊരു ധാരണയുണ്ട്, അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ എൻട്രി ജോബുമായിട്ട് റിലേറ്റഡ് ആണ്. അവർ അക്കൗണ്ടന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഡാറ്റ എൻട്രി ലെവലിലുള്ള ആളുകളെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ അവർ മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ബിസിനസ്സുകാർ, പ്രത്യേകിച്ച് പുതിയ ബിസിനസ്സുകാർ, അതല്ലെങ്കിൽ മിഡിൽ സ്റ്റേജിലോ താഴെയോ നിൽക്കുന്ന ബിസിനസ്സുകാർ മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർസ്. അതുപോലെയുള്ള ചെറിയ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടൻറ്റ് ജോബ് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള അഡ്വർടൈസ്മെൻ്റൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മുടെ കമ്പനിയിൽ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറൊക്കെ യൂസ് ചെയ്താൽ അത് മതിയാകും. ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള പണികൾ നമുക്ക് ഇത്തരത്തിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയറെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ധാരണയിൽ കുറേ ആളുകളെങ്കിലും, കുറേ ബിസിനസ് ഓണേഴ്സെങ്കിലും മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ല, ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരാളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തരാൻ കഴിയുന്ന കുറേ ഡയറക്ഷൻസ് ഉണ്ട്. ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻറ്റ് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ വിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നമ്മുടെ ഗ്രോത്ത് പ്ലാൻ, പ്രൊജക്റ്റ് പ്ലാൻ എങ്ങനെയായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഒരു അനലിറ്റിക്കൽ റിപ്പോർട്ട് നമുക്ക് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഡയറക്ഷൻ ഇന്ന രൂപത്തിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ചെറിയ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ, കൃത്യമായി നമുക്ക് ഹയർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മളൊരു പാർട്ട് ടൈം അക്കൗണ്ടൻറ്റിനെയോ അതല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് സർവീസ് നമുക്ക് തരുന്ന ഏതെങ്കിലും ഒരാളെയോ നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. അതല്ലാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റായി ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ അക്കൗണ്ടിങ് പാർട്ട് അവിടെ അവസാനിച്ചു എന്ന് കരുതരുത്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻറ്റ് നമ്മുടെ ഒപ്പം വേണം. ആ അക്കൗണ്ടൻറ്റിൽ നിന്ന് നമുക്ക് കൃത്യമായ അഡ്വൈസ് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആ അഡ്വൈസ് നമ്മുടെ ഓരോ സ്റ്റെപ്പിലും, പുതിയ പ്രൊജക്റ്റിലേക്ക് പുതിയ ഓരോ ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കുമ്പോഴും പുതിയ ഓരോ ആക്ഷൻ നമ്മൾ എടുക്കുമ്പോഴും മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഡയറക്ഷൻസ്, അതിനുള്ള ത്രെട്ടുകൾ, ഫൈനാൻഷ്യൽ അനാലിസിസ് നമുക്ക് ലഭിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇതൊരിക്കലും ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് നൽകില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു കെണിയിൽ നമ്മൾ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.